السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنهم فتية آمنوا بربهم وزدناهم هدى. صدق الله العظيم. وجاء في حديث شريف: 7 يظلهم الله في ظله يوم لا ظل إلا ظله، ومنهم شاب نشأ في عبادة الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനപ്പെട്ട ഉസ്താദ്മാർ, പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, നൊന്തുപെറ്റ് പോറ്റി വളർത്തിയ പെറ്റുമ്മയ്ക്ക് നേരെ വിരൽ ചൂണ്ടുന്ന മകനെ പേടിച്ച് ആ പെറ്റുമ്മ വീട് വിട്ടിറങ്ങുന്ന കാഴ്ച. അതെ, യുവാക്കളെ പേടിച്ച് അവർ എന്തെങ്കിലും തിന്മയോ അക്രമമോ ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരെ വാ തുറക്കാനും നാവ് ഉയർത്താനുമുള്ള മൂല്യങ്ങളും അവകാശങ്ങളും ഒക്കെ നിഷേധിക്കപ്പെട്ടു പോയൊരു സമൂഹം. യുവാക്കളെ പേടിച്ച് അവർ എന്തെങ്കിലും തിന്മ ചെയ്താൽ, എന്തെങ്കിലും അക്രമം ചെയ്താൽ അതിനെതിരെ പറയാനുള്ള മൂല്യങ്ങളും അവകാശങ്ങളും നഷ്ടപ്പെട്ടു പോയൊരു സമൂഹത്തിലൂടെയാണ് ഞാനും നിങ്ങളും ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു സമൂഹത്തിലാണ് ഇസ്ലാം എത്രത്തോളം പ്രാധാന്യമാണ് യുവത്വത്തിന് നൽകുന്നത്, ഇസ്ലാം എന്തൊക്കെ സാധ്യതകളാണ് യുവത്വത്തിന് നൽകുന്നത് എന്ന ചോദ്യം പ്രസക്തമായി തീരുന്നത്. ഇസ്ലാം യുവത്വത്തിന് നൽകുന്ന പ്രാധാന്യത മനസ്സിലാക്കാൻ ഒരേയൊരു ഹദീസ് ഉദ്ധരിച്ചാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി, നാളെ മഹ്ശറയിൽ വെച്ച് ഓരോരുത്തരുടെയും അടുക്കൽ 4 ചോദ്യങ്ങൾ ചോദിക്കപ്പെടാതെ ഓരോരുത്തരുടെയും കാലുകൾ മുന്നോട്ട് ചലിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ 4 ചോദ്യങ്ങളിൽ ഒരു ചോദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നീ നിന്റെ യൗവനം ഏതുവഴി ചെലവഴിച്ചു എന്നുള്ളതാണ്. ഈ ചോദ്യത്തിലൂടെ ഇസ്ലാം എത്രത്തോളം പ്രാധാന്യം യുവത്വത്തിന് നൽകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ നാം ചിന്തിക്കേണ്ടത്, അന്ന് ആത്മീയപരമായും ചിന്താപരമായും യുവ സഹാബാക്കൾ സമൂഹത്തിൽ കർമ്മോത്സുകരായി തീർന്നതുപോലെ എന്തുകൊണ്ട് ഇന്നത്തെ യുവ മുസ്ലിമീങ്ങൾ സമൂഹത്തിൽ കർമ്മോത്സുകരായി തീരുന്നില്ല എന്നുള്ളതാണ്. അതെ, ചിന്താപരമായും ആത്മീയപരമായി യുവ മുസ്ലിമീങ്ങൾ സമൂഹത്തിൽ കർമ്മോത്സുകരായി തീരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആഗോള കമ്മ്യൂണിസവും സൈനിസവും പോലുള്ള വൻശക്തികൾ യുവ മുസ്ലിമീങ്ങളെ ലഹരിക്കും പെണ്ണിനും അടിമകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം യുവത്വത്തിന് ധാരാളം സാധ്യതകൾ നിരത്തിവെക്കുന്നുണ്ട്. ഇസ്ലാം യുവത്വത്തിന് ധാരാളം സാധ്യതകൾ വിഭാവനം ചെയ്യുന്നുണ്ട്. ഇസ്ലാം ആദ്യമായി വെക്കുന്ന സാധ്യത ഒരു സമൂഹത്തെ മുഴുവനും നന്നാക്കി തീർക്കാനുള്ള കഴിവ് ഒരു യുവാവിന് എന്നുള്ളതാണ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, യുവത്വം എന്നത് അശ്ശാബത്തു ജുന്നത്തും മിനൽ ജുനൂൻ, യുവത്വം എന്നത് ഭ്രാന്തുകളിൽപ്പെട്ട ഒരു ഭ്രാന്താണ്. അതേ, യുവത്വത്തിന് ഒരു പ്രത്യേക തരം തിളപ്പും പ്രസരിപ്പുമുണ്ട്. ആ തിളപ്പിലും പ്രസരിപ്പിലും ആ യുവാക്കൾ വളരെ കരുത്തുറ്റവരായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഒരൊറ്റ മുഷ്ടി ചുരുട്ടിയുള്ള ഇടിയിൽ ആ ഖിബ്തി മരണപ്പെട്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലമ്മ ബലഗ അശുദ്ധ, മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ശക്തിയുടെ പ്രായമെത്തിയപ്പോൾ. മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു, ശക്തിയുടെ പ്രായം എന്ന് ഉദ്ദേശിക്കുന്നത് യുവത്വം തന്നെയാണ്. തീർന്നിട്ടില്ല. ഇവിടെയാണ് ആ ഇംഗ്ലീഷ് പഴഞ്ചൊല്ല് പ്രസക്തമാകുന്നത്, ദ മാൻ പവർ ഈസ് ബെറ്റർ ദാൻ മണി പവർ. സാമ്പത്തിക ശേഷിയേക്കാളും മികച്ചതും മെച്ചപ്പെട്ടതും അഭികാമ്യവും യുവത്വ ശേഷിയാണ് എന്ന പഴഞ്ചൊല്ല് ഇവിടെ അർത്ഥവത്താവുകയാണ്. ഇസ്ലാം വെക്കുന്ന രണ്ടാമത്തെ സാധ്യത അരാജകത്വ ജീവിതത്തിൽ നിന്നും മാറി യുവത്വത്തിലും ഇസ്ലാമിലും അടിയുറച്ച് നിൽക്കുക എന്നുള്ളതാണ്. അതെ, അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ് ഫഇന്നഹു അഗദ്ദു ലിൽബസരി വഅഹ്സനു ലിൽഫർജ് ഫഇൻ ലം യസ്തതിഅ ഫഅലൈഹി ബിസ്സൗം ഫഇന്നഹു ലഹു വിജാ. അരാജകത്വ ജീവിതത്തിൽ നിന്നും യുവജീവിതങ്ങളെയും യുവ മനസ്സുകളെയും സംശുദ്ധിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, പ്രാപ്തിയുള്ളവർ വിവാഹം കഴിച്ചുകൊള്ളട്ടെ, അതാണ് അവരുടെ നയനങ്ങളും ഗോപ്യഭാഗങ്ങളും സൂക്ഷിക്കാൻ ഏറ്റവും ഉത്തമം. അതല്ലാത്ത പക്ഷം അവൻ നോമ്പ് പിടിച്ചുകൊള്ളട്ടെ, തിന്മകളിൽ നിന്നും അതവന് പരിചയമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. അരാജകത്വ ജീവിതത്തിൽ നിന്നും മാറി സത്യത്തിൽ അടിയുറച്ചു നിന്നതിൻ്റെ പ്രധാന ഉദാഹരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിലൂടെ നമുക്ക് അറിയിച്ചു തന്ന അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം. ആരായിരുന്നു അസ്ഹാബുൽ കഹ്ഫ്? അവരും യുവാക്കളായിരുന്നു. യുവത്വത്തിന്റെ തിളപ്പിലും പ്രസരിപ്പിലും ഏകദൈവ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടവർ മുന്നോട്ട് ഗമിച്ചപ്പോൾ
രാജാവും കിങ്കരന്മാരും എന്നല്ല, കുടുംബക്കാരടക്കം അവർക്കെതിരെ തിരിഞ്ഞു. എന്നിട്ടും അവർ പിന്മാറിയില്ല. ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് വീണ്ടും അവർ മുന്നോട്ട് ഗമിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊരു പ്രത്യേക അഭയസ്ഥാനം ഒരുക്കി കൊടുത്തത്. മാത്രമല്ല, തീർന്നില്ല, അവർ ഇന്നേ വരെ ലോകത്ത് കാണാത്ത അമാനുഷികത അവർക്ക് മുന്നിൽ വെളിവാക്കി കൊടുക്കുകയുമുണ്ടായി. ഇതിലൂടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത് യുവത്വത്തിന് ഇസ്ലാം എത്രത്തോളം സാധ്യതകൾ നൽകുന്നുണ്ടെന്നുള്ളതാണ്. തീർന്നില്ല, മൂന്നാമതായി ഇസ്ലാം നൽകുന്ന യുവത്വത്തിനുള്ള സാധ്യത, ഇന്ന് നമ്മളിവിടെ ഒരു യുവാവായിരിക്കുന്നത് പോലെ നാളെ ഖബറിൽ വെച്ചും ഒരു യുവാവായി തീരാം, മഹ്ശറിൽ വെച്ചും ഒരു യുവാവായി തീരാമെന്നുള്ളതാണ്. ആരോരുടെയും തണൽ കിട്ടാതെ മനുഷ്യരെല്ലാം ഉഷ്ണത്തിൻ്റെ വിയർപ്പേറ്റ് മുങ്ങി നിൽക്കുമ്പോൾ അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല 7 കൂട്ടർക്ക് തണൽ നൽകും. ആ 7 കൂട്ടരിൽ ഒരു കൂട്ടർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. ആരോരുടെയും തണൽ കിട്ടാതെ മനുഷ്യരെല്ലാം ഉഷ്ണത്തിൽ മുങ്ങി വിയർപ്പിൽ മുങ്ങി നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 കൂട്ടർക്ക് തണൽ നൽകും. അതിലൊരു കൂട്ടർ ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ, ഇലാഹി ആരാധനയിലും ഇലാഹി സ്മരണയിലും ഇലാഹി ധ്യാനത്തിലുമായി വളർന്നു വന്ന യുവാവാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, യുവത്വം എന്നത് ലഹരിക്കും പെണ്ണിനും അടിമപ്പെട്ട് കളഞ്ഞു കുളിക്കേണ്ടതല്ല. മറിച്ച് ഇന്നത്തെ യുവാവായതുപോലെ നാളെയും മഹ്ശറിൽ വെച്ച് യുവാവാകാനുള്ളൊരു അവസരമാണ്. ഈ അവസരം മുതലാക്കി വേണം നാം ഓരോരുത്തരും ജീവിക്കാൻ. നാഥൻ നമ്മളെ നാളെ ആ മഹ്ശറിൽ ഒരുമിച്ച് കൂടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തണൽ കിട്ടുന്ന ആ ഉത്തമ യുവാക്കളിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.